UDFന്റെ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽക്കുകയാണോ? കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. 55 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം വളരെ വൈകിയാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കടന്നത്. എങ്കിലും ഈ ഒരു പുറത്തു വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയും വലിയ തർക്കങ്ങളും അടിയും രൂക്ഷമായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. അതായത് വെട്ടിമാറ്റിയ പേരുകളാണ് പലരുടെയും. അതായത് ഇതില് VD സതീശന് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. അദ്ദേഹം പല മീറ്റിങ്ങുകളിൽ നിന്നും കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന മാരത്തോൺ മീറ്റിങ്ങുകളിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇത് എവിടത്തേക്കാണ് എത്തിക്കുക 9-ാം തീയതി ആവുമ്പോഴത്തേക്ക്? മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, പഠിക്കൽ കൊണ്ട് കലമുടക്കുക എന്ന്. അതായത് നമ്മളിപ്പം കാര്യങ്ങളെല്ലാം വിജയകരമായിട്ട് പിന്നെ പര്യവസാനിക്കും എന്ന രീതിയിൽ നമ്മൾ ആ അന്തിമ ഘട്ടത്തോട് അടുക്കുമ്പോൾ നമ്മൾ നേട്ടങ്ങളെല്ലാം കൊണ്ട് നശിപ്പിക്കുക എന്നുള്ളത്. കോൺഗ്രസ് ഇപ്പോൾ അതാണോ ചെയ്യുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക, ഇടതുമുന്നണിയുടെ മിക്ക കക്ഷികളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങി കഴിഞ്ഞു. ഇടതുമുന്നണി ഏതാണ്ട് മിക്ക സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചു കഴിഞ്ഞു. BJP ഒരുപാട് സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BJP-യുടെ സഖ്യകക്ഷിയായ 2020 സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചു. പക്ഷെ കോൺഗ്രസ് ഈ 140 മണ്ഡലങ്ങളിലേക്ക് ഇതുവരെ 55 പേരുടെ, അങ്ങനെ 55 അല്ലയോ, 55 പേരുടെ ലിസ്റ്റാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അത് ഞാനൊരു തമാശക്കാണെങ്കിലും ഇന്നലെ ഒരു കോൺഗ്രസ്സുകാരൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കാം, അപ്പം തമ്മിൽ തല്ലൊന്നും ഉണ്ടാവില്ലല്ലോ, അത് ആർക്കും പരിഭവം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഈ കണക്കിന് പോയാൽ അത് തമാശയല്ലാതെ യാഥാർത്ഥ്യമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പലരും അസ്വസ്ഥരാണ്. പ്രത്യേകിച്ച് മുൻ KPCC പ്രസിഡന്റും കണ്ണൂരിൽ നിന്നുള്ള MP-യുമായ കെ സുധാകരൻ നമുക്കറിയാം കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. പിന്നെ കോൺഗ്രസ് ഒരു പൊതു തത്വം എടുത്തിരുന്നു, നിലവിലുള്ള MP-മാരും മത്സരിക്കേണ്ട എന്നുള്ളത്. അത് ആ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് സുധാകരന് സീറ്റ് നിശ്ചയിച്ചത്. നമുക്കിപ്പോൾ കോൺഗ്രസിനെ തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം സുധാകരൻ MP സ്ഥാനം രാജിവെച്ചു. അല്ലെ അടൂർ പ്രകാശിനും ഇതേ ആവശ്യമുണ്ട്. നാളെ കൊടിക്കുന്നിൽ സുരേഷും അല്ലെ മറ്റു പല MP-മാരും ഇങ്ങനെ ആവശ്യം ഉന്നയിച്ച് അവരൊക്കെ രാജിവെച്ചിട്ട് അവിടെയൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ് ജയിക്കുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? ലോക്സഭയിലെ ഓരോ സീറ്റും കോൺഗ്രസിന് പ്രധാനമാണ്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ അത്ര ഹൈക്കമാൻഡ് എടുത്ത ഒരു തീരുമാനം തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതേസമയം തന്നെ 10 വർഷത്തിന് അധികമായിട്ട് അധികാരത്തിന് പുറത്തു നിൽക്കുന്ന ഒരു പാർട്ടി, 15 വർഷത്തോളം ആയിട്ട് കേന്ദ്രത്തിൽ അധികാരത്തിന് പുറത്തു നിൽക്കുന്നവർ, ഈ അധികാരത്തിൽ ഇരുന്നിരുന്ന് ശീലിച്ചവർക്ക് അധികാരം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഒരുമാതിരി വല്ലാതെ ഒരു പരവേശം, അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവർക്ക് കേന്ദ്രത്തിൽ ഇനി BJP-യെ മാറ്റി കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് അത്ര എളുപ്പമൊന്നും അല്ല എന്നുള്ളത് തിരിച്ചറിയുന്ന കേരള MP-മാര് കേരളത്തിൽ ജയിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കണ്ടപ്പോൾ നേരെ പെട്ടിയും കിടക്കയൊക്കെ മടക്കി ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോരാമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ തെറ്റു പറയുന്നില്ല. പക്ഷേ അത് കോൺഗ്രസിന്റെ സാധ്യത നശിപ്പിക്കും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോ സുധാകരന് സീറ്റ് കൊടുത്താൽ എന്ത് കാരണം പറഞ്ഞ അടൂർ പ്രകാശിന് സീറ്റ് നിഷേധിക്കും? ചോദ്യമാണ്. അല്ല, ഇപ്പൊ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടിട്ട് ഉയരുന്ന വിവാദം KC പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് രമേശ് ചെന്നിത്തലയുടെ അല്ലെങ്കിൽ VD സതീശൻ സമർപ്പിച്ച പേരുകളെയൊക്കെ വെട്ടിമാറ്റിയിരിക്കുന്നു. KC ലോബിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പൊ ഈ മുഹമ്മദ് ഷിയാസിന്റെ, ഇപ്പം കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അതിവിടെ മുഹമ്മദ് ഷിയാസ് മത്സരിക്കണം എന്നുള്ളതായിരുന്നു VD സതീശന്റെ ആവശ്യം. അത് പരിഗണിക്കുന്നില്ല. പകരം ദീപ്തി മേരി വർഗീസിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്നത് KCയുടെ ഒരു നോമിനിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ കൊണ്ട് ചർച്ചയാവുകയാണ്. അപ്പം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിനു മുമ്പിൽ തന്നെ പല രീതിയിലുള്ള തർക്കങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞാൽ അധികാരം ലഭിക്കുകയാണെങ്കിൽ ഏത് സ്വഭാവത്തിലേക്ക് സംസ്ഥാന രാഷ്ട്രീയം മാറും എന്ന ആശങ്ക, ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതൊക്കെ സഹായിക്കുന്നില്ല. അത് കോൺഗ്രസിന് തിരിച്ചടിയല്ലേ ആവുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. അല്ല, അവിടെ എനിക്ക് വേറൊരു ചോദ്യമുണ്ട് തിരിച്ച്. KC തീർച്ചയായിട്ടും
സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സ്വാധീനമൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പിന്നെ തീരുമാനങ്ങളും സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതിഫലിക്കുന്നുണ്ടാവാം, അതും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പൊ ദീപ്തിയുടെ കാര്യമാണല്ലോ ഗൗതം ഉദാഹരണമായിട്ട് പറഞ്ഞത്. ദീപ്തിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു സ്ത്രീയല്ലേ ദീപ്തി. ഇവിടെ എറണാകുളത്ത് മേയറാകും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ? എന്നിട്ട് അവരെ പിന്നെ ലത്തീൻ പ്രാതിനിധ്യം പറഞ്ഞിട്ട് അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം ഇല്ലാതായി. ദീപ്തി എത്രയോ വർഷമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന, എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വനിതാ നേതാവാണ്. ആ വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യമാണെങ്കിലും ഇപ്പം ക്രിസ്ത്യൻ പറഞ്ഞ ഉടനെ ലത്തീൻ പറയുന്നു, സിറിയൻ പറയുന്നു. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ഓരോ പരിഗണന കൊണ്ടുവന്നാൽ പിന്നെ ഷിയാസ് മിടുക്കനായ നേതാവാണ്, അല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഷിയാസ് സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോൾ ഇനി ദീപ്തിയുടെ സ്ഥാനാർത്ഥിത്വം ഓരോ ഇലക്ഷൻ കഴിയുന്തോറും അത് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. കാരണം പിന്നീട് അവർക്ക് ഒരിക്കലും റെപ്രസെന്റേഷൻ കിട്ടില്ല എന്നുള്ള ഒരു സ്ഥിതി വരും. ഇപ്പോ ഞാൻ ഇതിൽ പറയുന്നത്, ഈ ഷിയാസ് DCC പ്രസിഡന്റ് ആണ്, അല്ലെ? എറണാകുളം DCC പ്രസിഡന്റ് അല്ലേ? അദ്ദേഹത്തിന് ഒരു ഉന്നതമായ സ്ഥാനമുണ്ട്. അപ്പോ അവിടെ ആ സ്ഥാനം അദ്ദേഹത്തിന് ഉള്ളപ്പോ ദീപ്തി മേരി വർഗീസിനെ പോലെ ഒരാൾക്ക് ഒരു MLA സ്ഥാനം കിട്ടുന്നതിൽ എന്താണ് പ്രശ്നം? ഭരണത്തിൽ വന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതീവ KPCC പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും അധികം അധികാരമുള്ള പോസ്റ്റാണ് DCC പ്രസിഡന്റ്. ഈ KPCC ജനറൽ സെക്രട്ടറി എന്നോ KPCC വൈസ് പ്രസിഡന്റ് എന്നോ ഒക്കെ പറയുന്നത് ചുമ്മാതെ ആലങ്കാരികമായ പോസ്റ്റുകളാണ്. അവിടെ നിരവധി പേരുണ്ട്, നമ്മൾ വിരലിൽ എണ്ണി തീർക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ DCC പ്രസിഡന്റ് ഒരാളേ ഉള്ളൂ. DCC പ്രസിഡന്റ് വിചാരിച്ചാൽ ആ ജില്ലയുടെ പരമാധികാരിയാണ്. ഈ IAS ഉദ്യോഗസ്ഥന്മാർക്ക് സെക്രട്ടറി ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവരുടെ യഥാർത്ഥ അധികാരം അവർ കൈയാളുന്ന 2 പോസ്റ്റ് ഇരിക്കുമ്പോഴാണ്. ഒന്ന് ജില്ലാ കളക്ടർ, 2 ചീഫ് സെക്രട്ടറി. ഇതിനിടയ്ക്കുള്ള പോസ്റ്റുകളിലൊന്നും വലിയ അധികാരമൊന്നുമില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള പല പേരുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് അത് KCയുടെ തലയിൽ വെക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഒരു വിശ്വാസ്യത തകരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് KC വേണുഗോപാലും പിന്നെ സതീശനും അതുപോലെ രമേശ് ചെന്നിത്തല പോലൊക്കെയുള്ള നേതാക്കന്മാര് പിന്നെ ഒരുമിച്ചിരുന്ന് അവർ പരിഹരിക്കേണ്ടതാണത്. അതിന് മുൻകൈ എടുക്കുന്നില്ലെങ്കിൽ അവരൊക്കെ തന്നെ ഈ വിഷയത്തിൽ തുല്യമായിട്ട് അവര് പിന്നെ ഉത്തരവാദികളായിരിക്കും. അതാണ് എൻ്റെ വിലയിരുത്തൽ. അതെന്താ ചോദിക്കാനുള്ള ചോദിച്ചു? അല്ല, ഇവിടെ VD സതീശനാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇത്രയും നാള് വലിയ രീതിയിൽ ജാഗ്രത ഒക്കെ പാലിച്ച് ഒരു ഐക്യത്തോടു കൂടിയിട്ട് കോൺഗ്രസിനെ മുമ്പോട്ട് കൊണ്ടുപോയത്. അപ്പൊ അങ്ങനെയുള്ളൊരു നേതാവിന് KCയുടെ വരവോടുകൂടി പരിഗണന ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ, അതായത് KC എല്ലാത്തിലും പിടിമുറുക്കുന്നു, എല്ലാ തീരുമാനങ്ങളും KC കൈക്കൊള്ളുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചെ വരെ മാരത്തോൺ ചർച്ച അടുത്ത ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അതിലാണ് ഈ VD സതീശൻ വലിയ അതിർത്തി അറിയിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. VD സതീശൻ നല്ലൊരു നേതാവാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അസംബ്ലി ചർച്ചയിലൊക്കെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം അത് വളരെ ഗംഭീരമായ പ്രസംഗമായിരുന്നു, ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ VD സതീശന് മുമ്പ് കോൺഗ്രസ് ഇവിടെ ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. ആ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരുപാട് അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന വ്യക്തിയാണ്. അന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റിയില്ലേ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുനിന്ന്? എന്നിട്ട് VD സതീശൻ വന്നില്ലേ? പിന്നെ KC വേണുഗോപാൽ എന്ന് പറയുന്നത് കേരളത്തിലെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, വർഷങ്ങൾ ആലപ്പുഴയിൽ നിന്നുള്ള MLA ആയിരുന്നു. അങ്ങനെ ഈസി ആയിട്ട് ജയിക്കുന്ന മണ്ഡലമല്ല ആലപ്പുഴ. ആലപ്പുഴ ലോക്സഭാ സീറ്റിൽ തുടർച്ചയായിട്ട് പലതവണ അദ്ദേഹം നിൽക്കുമ്പോഴെല്ലാം അദ്ദേഹം ജയിക്കുന്നുണ്ട്. അപ്പോ ജനസമ്മതി പിന്നെ തെളിയിച്ച കോൺഗ്രസിന്റെ താഴെ തട്ട് മുതൽ പ്രവർത്തിച്ചു വന്ന പിന്നെ ആ ഒരു പിന്നെ താരതമ്യം ഒരുപക്ഷെ VD സതീശനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. VD സതീശന് KSUവിന്റെ പിന്നെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. യൂത്ത് കോൺഗ്രസിലെ എന്ത് പദവിയാണ് വഹിച്ചത്? അദ്ദേഹം പിന്നെ പരവൂരിൽ നിന്ന് MLA ആയ സ്ഥാനം തൊട്ട് അദ്ദേഹം ശരിയാണ്, നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. അതിനൊന്നും ഒരു തർക്കം എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കോൺഗ്രസ് എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ വളർച്ചയുടെ മുഴുവൻ അവകാശവും
ഒരാൾക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് അത്ര അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിക്കുള്ളിലും അത് അങ്ങനെ ശരിയാണെന്ന് ചിന്തിക്കുന്നവർ എത്രയുണ്ടെന്നുള്ളത് നമ്മൾ ഏത് രീതിയിലാണ് അത് കണക്കെടുത്തിരിക്കുന്നത്, എവിടെയാണ് ഏതെങ്കിലും സർവേ നടത്തിയിട്ടുണ്ടോ? അത് എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല. അത് അങ്ങനെയൊക്കെയുള്ള ചർച്ചകളിലേക്ക് പോകുന്നത് കോൺഗ്രസിന് അപകടം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അത് പാർട്ടിക്കുള്ളിലെ ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ആവശ്യം ഇപ്പോ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല എന്ന് ജനത്തിന് ഉണ്ടെങ്കിലും ഇല്ല എന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തുന്നില്ല. അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പൊ വി ഡി സതീശൻ ഇറങ്ങിപ്പോയെങ്കിൽ അത് ഒരു കാരണവശാലും പുറത്തു വരരുതായിരുന്നു. ചർച്ചകളിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ പിന്നെ എന്താ കിട്ടാനുള്ള നേട്ടങ്ങളെ അത് പിന്നെ അതിന്റെ മേളിൽ ഒരു നിഴൽ വീഴുകയാണ്. ഇത് എന്റെ ഒരു അഭിപ്രായം. എനിക്ക് തോന്നുന്നത് ഇവിടെ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് പിന്നെ ഇപ്പൊ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പുതുമയില്ല. ഇപ്പൊ ഇപ്പൊ ഇതുവരെ ഞാൻ സ്ഥാനാർത്ഥി പട്ടികയെ പോസിറ്റീവായിട്ട് പറഞ്ഞു. ഇനി അടുത്ത അതർ സൈഡിലൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പുതുമ ഞാൻ കാണുന്നില്ല. പലപ്പോഴും പിന്നെ മൂഷിഞ്ഞ മുഖങ്ങൾ ഒരുപാടുണ്ട്. ഇതൊക്കെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക മാത്രമല്ല, കോൺഗ്രസിന്റെ നയപരിപാടികൾ അത് ചർച്ച ചെയ്യാനുള്ള ഒരു പ്രൊപ്പഗൻഡയിലേക്ക് കാര്യം മാറ്റുന്നതിന് പകരം സ്ഥാനാർത്ഥി പട്ടികയിലെ അസ്വാരസ്യങ്ങളിലേക്ക് ചർച്ച ചെയ്യുന്ന, അതായത് കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളുണ്ടല്ലോ, സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ കുടുംബത്തിന്റെ ഇൻഷുറൻസ് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഓരോ കുടുംബത്തിനും കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നതിൽ ഈ സ്ഥാനാർത്ഥി പട്ടികയോട് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച അതിൽ നിന്നൊക്കെ ജനശ്രദ്ധ മാറ്റി എന്നുള്ളൊരു തോന്നലാണ് എനിക്കിവിടെ ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രൊപ്പഗൻഡ മെഷീനറിയുടെ ഒരു പരാജയം തന്നെ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കൊട്ടിഘോഷിച്ച കനുപോലുമൊക്കെ പിന്നെ പബ്ലിക് ഡിസ്കോഴ്സ് നിയന്ത്രിക്കുന്നതിൽ കനുപോലുവിനും സംഘത്തിനും ഒക്കെ പരാജയം തന്നെ ആണ് എന്ന് പറയാൻ ഒട്ടും ചിന്തിക്കേണ്ടി വരുന്നില്ല. കാരണം അവരുടെ ഈ പ്രഖ്യാപനങ്ങളെ കുറിച്ചുള്ള ചർച്ച ഇപ്പൊ നടക്കുന്നതേ ഇല്ലല്ലോ. ചുരുക്കി പറഞ്ഞാല് ഇത് അത്ര കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം BJP പല മണ്ഡലങ്ങളിലും CPM-ഉമായിട്ട് ഒരു ധാരണയിൽ എത്തിയാൽ കോൺഗ്രസിന്റെ എന്ന മലർപ്പൊടിക്കാരന്റെ ഈ സ്വപ്നമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തകർന്നടിയും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, പലരും ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ഈ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ് BJP നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ അവരുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചിട്ട് 600 വോട്ടിന് തോറ്റുപോയ ആളാണ്. അവിടെ സന്ദീപ് വചസ്പതി നിന്നിരുന്നെങ്കിൽ അദ്ദേഹം ജയിക്കുമായിരുന്നു എന്നുള്ള തോന്നലുണ്ട്. ആ സന്ദീപ് അവിടുന്ന് മാറിയിട്ട് ഹരിപ്പാട് കൊണ്ടുവന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ മത്സരം കൊടുക്കുമായിരിക്കും അദ്ദേഹം, അത് വേറൊരു സ്ട്രാറ്റജി ആയിരിക്കും. എന്തായാലും എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് BJP-യും CPM-ഉം തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാരണയിൽ എത്തിച്ചേർന്നാൽ കോൺഗ്രസിന്റെ ഈ സ്വപ്നങ്ങളൊക്കെ നിമിഷം കൊണ്ട് തകർന്നടിയാനുള്ളതേ ഉള്ളൂ. അപ്പൊ കോൺഗ്രസ്സുകാർ ഇത് മനസ്സിലാക്കി അവര് പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ വലിയ തർക്കമൊന്നുമില്ലാതെ സ്ഥാനാർത്ഥി നിർണയം നേരത്തെ നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു CPM-നേക്കാൾ മുൻപ് സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് നടത്തിയിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ. ദൗർഭാഗ്യവശാൽ നിയമസഭ ഏറ്റവും ആവശ്യമുള്ള സമയത്ത്, അതായത് ഈ കർണന് സംഭവിച്ചതുപോലെ ആവരുത് എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതായത് ഈ യുദ്ധത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ദിവ്യാസ്ത്ര മന്ത്രങ്ങളെല്ലാം മറന്നുപോയി നിസ്സഹായനായി നിൽക്കുമ്പോൾ അർജുനന്റെ ഒരു അമ്പ് വന്നത് കർണൻ കൊല്ലപ്പെട്ട മഹാഭാരത യുദ്ധം പോലെ കോൺഗ്രസ് അവസാനിക്കരുത്. ഇപ്രാവശ്യം കോൺഗ്രസ് തോറ്റുപോയാൽ ഞാൻ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഉറപ്പ് പറയുന്നു, ഇനി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ വലിയ സ്കോപ്പൊന്നുമില്ല. BJP-ക്കുള്ള അസ്പൃശ്യത ഇല്ലാതായി കഴിഞ്ഞു. ക്രിസ്ത്യാനികളും മറ്റ് ന്യൂനപക്ഷങ്ങളും ഒക്കെ BJP-യിലേക്ക് ഇടിച്ചു കയറുന്നുണ്ട്. BJP-യുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ 2020-യുടെ കൂടെ എടുത്ത് നിങ്ങൾ നോക്കിയേ, ഇനി BJP ഒരു വർഗീയ പാർട്ടി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം നിറയെ ക്രിസ്ത്യാനികളുണ്ട് പലയിടത്തും. അപ്പോ പിന്നെ നാളെ വരും ദിവസങ്ങളിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഉള്ള സ്ഥാനാർത്ഥികൾ ഇതിലൊക്കെ ഇടം കണ്ടെത്തും. എന്തായാലും ഇത് അത്ര എളുപ്പമല്ല കോൺഗ്രസിന്. കോൺഗ്രസ് വിചാരിക്കുന്ന പോലെ നേരെ അങ്ങ് നടന്ന് ഏത് കുറ്റിച്ചൂലിനെ സ്ഥാനാർത്ഥിയാക്കിയാലും സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞും അല്ലെ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞും മതേതരത്വം എന്ന വാക്ക് പറഞ്ഞും ഒക്കെ ചുമ്മാ അങ്ങ് നടന്ന് സെക്രട്ടേറിയറ്റിലോട്ട് കയറാനുള്ള സാധ്യതയില്ല. എല്ല് മുറിയെ പണിയുന്നവൻ പല്ല് മുറിയെ തിന്നുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കി ഈ തമ്മിത്തല അവസാനിപ്പിച്ച് ഇവര് സ്ഥാനാർത്ഥി നിർണയം 1-2 ദിവസത്തിനുള്ളിൽ നടത്തുന്നില്ലെങ്കിൽ അവര് നറേറ്റീവ്സിൽ അവർ വളരെ പിറകിൽ പോവും. പബ്ലിക് ഡിസ്കോഴ്സ് കോൺഗ്രസിന് എതിരാകും.
കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെയും അതിനു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും നേട്ടങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത അതോടുകൂടി നഷ്ടപ്പെടുകയാണ്. ഭരണം കയ്യിലിരിക്കുന്ന ഇപ്പൊ പറഞ്ഞു. അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇന്നിപ്പോ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. നമ്മൾ ഈ സംസാരിക്കുന്നത് വരെ അദ്ദേഹം നടത്തിയിട്ടില്ല. അതൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ രൂക്ഷമാവുകയും സാഹചര്യം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ കെ സുധാകരന് വേണ്ടിയിട്ട് പന്തം കൊളുത്തിയിട്ടുള്ള പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി കണ്ണൂര് ചെറിയ തോതിൽ നടന്നിട്ടുണ്ട്. അത് വ്യാപകമായ രീതിയിൽ നടക്കാൻ പോകുന്നതിനെ തടഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ പിടിവാശിയിൽ തന്നെയാണ് കെ സുധാകരൻ. കാരണം അത്രയും കൂടുതൽ, അതായത് കെ സി വേണുഗോപാലിനെക്കാളും വി ഡി സതീശനെക്കാളിലും രമേശ് ചെന്നിത്തലയെക്കാളിലൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട്, അതും ഒരു പോരാട്ടത്തിന്റെ വലിയൊരു കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് പാർട്ടിയെ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരാളാണ് കെ സുധാകരൻ. അങ്ങനെ ഒരാള് മത്സരിക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ മറ്റെല്ലാ വിഷയങ്ങളുണ്ടെങ്കിലും അതിനെ ഒക്കെ മറന്നുകൊണ്ട് അദ്ദേഹത്തിന് അനുമതി നൽകുകയല്ലേ വേണ്ടത്? അല്ല, ഈ ഗൗതം പറഞ്ഞതില് അദ്ദേഹം ശാരീരിക ആക്രമണങ്ങൾക്ക് ഒരുപാട് തവണ വിധേയനായിട്ടുണ്ട്. ഞാനത് തർക്കിക്കുന്നില്ല. അദ്ദേഹം എടക്കാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന കാലം തൊട്ട് ഓഭരതനെതിരെ വലിയ ശക്തമായ മത്സരം കാഴ്ചവെച്ചു. ജയിച്ചില്ല എടക്കാട്ട് നിന്ന്, കണ്ണൂർ വന്നിട്ടാണ് ജയിച്ചത്. പക്ഷെ അതൊക്കെ ഞാൻ ഒരു 7-8 തവണ അദ്ദേഹം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കാറിന് നേരെ ബോംബ് എറിഞ്ഞിട്ടുണ്ട്, അന്ന് രക്ഷപ്പെട്ടു. പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേസമയം ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. കണ്ണൂരെ രാഷ്ട്രീയത്തിലെ CPM-ന്റെ മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ കെ സുധാകരന് കഴിഞ്ഞു. ശരി, ഞാൻ സമ്മതിക്കുന്നു, വലിയ ചെറുത്തുനിൽപ്പ്, അവിടെ ഒരു ജനാധിപത്യത്തിന്റെ വെളിച്ചം വീശാൻ അദ്ദേഹത്തിന് സാധിച്ചു. അല്ല, അത് പോരാളിയായിരുന്നു. പക്ഷേ കെ സുധാകരൻ DCC പ്രസിഡന്റ് ആകുന്നതിന് മുമ്പേ കെ രാമകൃഷ്ണൻ അവിടെ DCC പ്രസിഡന്റ് ആയിരുന്നു. നല്ലോണം ചെറുത്ത് നിന്ന ആളായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ AP ജയശീലൻ എന്നൊരാളുണ്ടായിരുന്നു. അറിയാമല്ലോ, AP ജയശീലനെ അറിയാവോ? AP ജയശീലൻ KSU നേതാവ് എന്നുള്ള നിലയിൽ വലിയ പോരാട്ടങ്ങൾ കണ്ണൂർ നടത്തിയിട്ടുണ്ട്. എന്നോട് ഒരിക്കൽ ഒരു കോളേജ് അധ്യാപകൻ, CPM-ന്റെ നേതാവായ ഒരു കോളേജ് അധ്യാപകൻ തന്നെ ഒരിക്കൽ പറഞ്ഞു, AP ജയശീലൻ അന്നത്തെ കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഷോർട്ട് പുട്ട് ഒരു ചാമ്പ്യൻ ആയിരുന്നു. ആ AP ജയശീലൻ പലപ്പോഴും കോളേജിൽ നേരിട്ട് നിന്നിട്ട് പലർക്കും സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാർ കണ്ണൂർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സുധാകരൻ അതിൽ നിന്നൊക്കെ തലയെടുപ്പുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ആജ്ഞാശക്തി അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പലയിടത്തും. മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പലപ്പോഴും പലർക്കും ഇടപെടാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് പെട്ടെന്ന്, ഞാൻ ഒരിക്കൽ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി കിടക്കുകയാണ്. അവിടെ VVIP ഗാലറിയിൽ മുഴുവൻ ആൾക്കാർ ഇടിച്ചു കയറി. ഈ VM സുധീരൻ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ കളിയാക്കുകയല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞാലൊന്നും ആരും കേൾക്കില്ല. കെ സുധാകരൻ ഇങ്ങോട്ട് വന്നിട്ട് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് 2 പേരിട്ട് വരുത്തി. ഒരു DYSP വിളിച്ചിട്ട് പറഞ്ഞു, താൻ 5 മിനിറ്റിനുള്ളിൽ ഇവിടെ ക്ലിയർ ചെയ്തതിന് തന്റെ സ്ഥാനം പോക്ക്, താൻ ഇനി സർവീസിലില്ലെന്ന് പറഞ്ഞു. മിനിറ്റ് കൊണ്ട് പോലീസ് അവിടെ റെഡിയാക്കി. ഇതാ നേതാവ് ഇങ്ങനെ വേണം. ഞാൻ അതൊക്കെ അംഗീകരിക്കുന്നു. എനിക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ധീരത, അദ്ദേഹത്തിന്റെ പലരും വിചാരിക്കുന്നതല്ല, നല്ല വായനാശീലമുള്ള, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജനതാ പാർട്ടിയിൽ 77 കാലഘട്ടത്തിൽ ഇദ്ദേഹം ജനതാ പാർട്ടിയിലായിരുന്നു. ആ ജനതാ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജയിലിൽ കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്ന ഒരാളായിരുന്നു കെ സുധാകരൻ, ഞാൻ പറഞ്ഞു കേട്ടു. പക്ഷെ എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ കോൺട്രിബ്യൂഷനെ ഒന്നും നമ്മൾ കുറച്ച് കാണരുത്. കണ്ണൂർ എന്ന സ്ഥലത്ത് ഒരു വലിയ വിപ്ലവം കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയ സ്ഥിതി മാറ്റാനൊന്നും അദ്ദേഹത്തിന് പറ്റിയില്ല. ആ രീതിയിലുള്ള ജനപിന്തുണയൊന്നും അദ്ദേഹത്തിന് ഇല്ലതാണ്. CPM-ന്റെ കോട്ടയിൽ CPM തന്നെയാണ്. ഇതുപോലെ കണ്ണൂർ വന്ന് ജയിക്കുന്നതിൽ വലിയ കാര്യവുമില്ല. കാരണം കണ്ണൂർ പണ്ടുതൊട്ടേ കോൺഗ്രസ് ജയിക്കുന്ന അസംബ്ലി മണ്ഡലമാണ്. എടക്കാട്ട് ഒന്ന് ജയിക്കാവോ, അല്ലെങ്കിൽ തളിപ്പറമ്പിൽ പോയി ഒന്ന് ജയിക്കാവോ, തലശ്ശേരി വന്നൊന്ന് ജയിക്കാവോ? ഈ ഒന്നുമില്ലാത്ത നമ്മുടെ ഉണ്ണിത്താൻ തലശ്ശേരി വന്നിട്ട് വെറും 8000 വോട്ടിന് തോറ്റു. വെറും 8000 വോട്ടിനാണ്. നമ്മളെ ഞെട്ടിച്ചുകൊണ്ടൊരു മത്സരം നടത്തി കോടിയേരിയായിട്ട്. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. സുധാകരന്റെ കഴിവിനെ ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല. പക്ഷെ സുധാകരനെ അതുപോലെ ബിംബങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളൂടെ കണക്കിലെടുത്ത് വേണം. എന്തായാലും ശരി, സുധാകരനെ അനുനയിപ്പിച്ച് പാർട്ടിയിൽ നിർത്തുന്നതാണ് കോൺഗ്രസിന് നല്ലത് എന്നുള്ളത് തന്നെ അക്കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അദ്ദേഹത്തിന് ഈ ഒരു ഇലക്ഷനിലൂടെ ബാല്യമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ ഒരു സമവായം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാം. അതൊക്കെ കോൺഗ്രസ് ചെയ്യട്ടെ. അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഈ MP-മാരെ ഇപ്പൊ അടൂർ പ്രകാശ് വിചാരിച്ചാൽ സുധാകരൻ വിചാരിച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ ഡാമേജ് കോൺഗ്രസിനുണ്ടാവും ഇന്നത്തെ സാഹചര്യത്തിൽ. സുധാകരൻ എന്ന വ്യക്തിപ്രഭാവവും അടൂർ പ്രകാശിന്റെ സ്വാധീനവും രണ്ട് തരത്തിലാണ്. അത് എനിക്ക് എന്റെ വിലയിരുത്തൽ അങ്ങനെയാണ്. കാരണം പാർട്ടിയുടെ എല്ലാ തട്ടിലും ബന്ധങ്ങളുള്ള, എവിടെ നിന്നാലും ജയിക്കാൻ ശേഷിയുള്ള വ്യക്തിയാണ് അടൂർ പ്രകാശ്.
നാളെ അടൂർ പ്രകാശിനും സീറ്റ് വേണമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞാൽ കോൺഗ്രസിന് നിഷേധിക്കാൻ പറ്റില്ല. അടൂർ പ്രകാശ് BJP-യിലോട്ട് പോയാൽ തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയം മാറുമെന്ന് ഞാൻ ഉറപ്പ് പറയും. അപ്പോ കാര്യങ്ങൾ ഒരു നേതൃത്വത്തിന് ഡിസിഷൻ എടുക്കുമ്പോൾ പല ഘടകങ്ങളും പഠിച്ചതിന് ശേഷമുള്ളൂ. എന്തായാലും ശരി, ഈ ഒരു കോൺഗ്രസിലെ പടലപ്പിടക്കങ്ങൾ അവസാനിപ്പിക്കട്ടെ, ഈ ചക്രത്തി പോരൊക്കെ അവസാനിച്ച് പാർട്ടി നല്ല രീതിയിൽ മത്സരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതല്ലെങ്കിൽ കാര്യം പോക്കാണ്.